ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാനും, സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒന്നിച്ച് കടന്നു വന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് തിരുമേനിക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്നുള്ള തിരുവചന പ്രകാരം ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്നിച്ചടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് തക്ക മഹത്വം കൊടുക്കുവാൻ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണമായി ദിവസനെ സമർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ച കർത്താവിനെ ശക്തിയോടെ ആരാധിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തേണ്ടതിനായി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദിവസനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകളെ ദിവസനിൽ അടയ്ക്കാം. നമ്മായിരിക്കുന്ന ഇടങ്ങൾ കണ്ണുകൾ അടച്ച് ദൈവത്തോടൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും വിടുതലായി മാറേണ്ടതിനായി, സർവശക്തൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെട്ട് വരേണ്ടതിനായി, ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യേണ്ടതിനായി, ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സ്വർഗം സൗഖ്യമാക്കേണ്ടതിനായി, കർത്താവിൻ്റെ വലിയ മഹത്വവും സാന്നിധ്യം ഈ പകലും വെളിപ്പെട്ട് വരുവാൻ, കർത്താവെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനെ ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി, കർത്താവെ ആരാധിപ്പാനുള്ള ദൈവകൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരപ്പെടേണ്ടതിനായി, എല്ലാത്തിനുമേലും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി ഇടപെടണമെന്ന് നമുക്കൊരു നിമിഷം ദിവസനി പ്രാർത്ഥിക്കാം. എല്ലാവരും ദിവസനി പ്രാർത്ഥിച്ചാട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പോളങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പോളങ്ങളെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ നമ്മെ സമ്പൂർണ്ണമായി നമുക്ക് ഏൽപ്പിക്കാമല്ലോ. ഒരാഴ്ചക്കാലം കർത്താവ് തൻ്റെ വിരിച്ച ചിറകിൻ്റെ മറയിൽ നമ്മെ മറച്ചു, നമുക്കുള്ളവരെ സൂക്ഷിച്ചു, ജീവനും ഭക്തിക്കും വെള്ളതയ്ക്കും കർത്താവ് നൽകിത്തന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ മുഴുബലവോടെ, സർവ്വശക്തിയോടെ, മുഴു മനസ്സോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തൊക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾ അവിടത്തേക്ക് വീണ്ടും നന്ദി ഹൃദയത്തോടെ സ്തോത്രം കരയറ്റുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളായ അടിയങ്ങളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഒരാഴ്ച ഓട്ടക്കാലം കർത്താവ് തൻ്റെ വിരിച്ച ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറിച്ചല്ലോ. കർത്താവേ, ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം. അവിടെ നൽകിയ എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും കൃപകൾക്കുമായി കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ തൊക്കണം, അങ്ങേക്ക് പാടുവാൻ തൊക്കണം. കർത്താവിൻ്റെ കൃപ അടിയങ്ങളെ മേൽ പകരുമാറാണം. അവിടുത്തെ അഭിഷിക്തന്മാരെ ശക്തിയോടെ ഇന്ന് പകൽക്കാലം കർത്താവ് ഉപയോഗിക്കുമാറാണം. പിതാവേ, കർത്താവേ, സ്തോത്ര ആരാധന സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെയോടെങ്കിലായി കർത്താവെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം ദൈവമഹത്വം വെളിപ്പെടുവാൻ തൊക്കണം. കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുക്കരങ്ങളിലേക്ക് മുറ്റുമായി ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ, ആമേൻ. Praise the Lord. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗം നമുക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രതികൂലങ്ങളിൽ അനുകൂലമായ സർവശക്തനായ ദൈവം, വീഴ്ചയിൽ കൈവിടാതെ നമ്മെ കരം പിടിച്ചുയർത്തുന്ന കർത്താവ് ഇന്ന് ഈ വിശുദ്ധ പ്രഭാതത്തിലും എൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. മുമ്പോട്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ നമ്മെ കൺമണി പോലെ സൂക്ഷിച്ച സർവശക്തനായ ദൈവത്തെ മുഴു ഹൃദയത്തോടെ, പൂർണ്ണയാത്മാവിൽ, സ്നേഹത്തിൽ, ആത്മശക്തിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ തുടർന്ന് നാം നമ്മുടെ സമയം വേർതിരിക്കുന്നു. ദൈവിക ചിന്തകൾ കൊണ്ട് നമ്മെ നിറയ്ക്കേണ്ടതിന്, ദൈവമഹത്വം കൊണ്ട് കർത്താവ് നമ്മെ പൊതിയേണ്ടതിന് ഈ നിമിഷവും ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ കഴിയുമോ കണ്ണുകളെ അടച്ച് അതരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. നമ്മെ കൈവിടാതെ ഉള്ളം കരത്തിൽ വരച്ച് നമ്മെ സൂക്ഷിച്ച, നമ്മെ പരിപാലിച്ച, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി സകലതും നൽകിത്തന്ന നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി ജീവനെ യാഗമായി കാൽവറിയിൽ അർപ്പിച്ച ആ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം മഹത്വം നമുക്കിടയിൽ ഇറങ്ങി വരട്ടെ. ഓ ഈശമാറിയാം തേരി എന്നെ വീണ്ടെടുക്കുവാൻ, സ്വന്തം മകനാക്കുവാൻ, പാപ പരിഹാര യാഗമായി ഉയരേകിയോ
ഉയിരേകിയോ യേശുവേ നീ മാത്രം യേശുവേ നീ മാത്രം. അവരെ നോക്കി പാടുമോ? യേശുവേ നീ മാത്രം നാഥനേ യേശുവേ നീ മാത്രം. അടിയന്റെ ആശ അടിയന്റെ വാഞ്ച അടിയന്റെ ചിന്ത അടിയന്റെ ദാഹം അടിയന്റെ ആശ അടിയന്റെ വാഞ്ച അടിയന്റെ ചിന്ത അടിയന്റെ ദാഹം യേശുവേ നീ മാത്രം. പാടുമോ വാക്കുകൾ? യേശുവേ നീ മാത്രം. ഈ നിമിഷവും ദൈവമഹത്വം നമ്മോട് സംസാരിക്കുന്നത് തന്നിൽ ആശ്രയിക്കുന്ന ഭക്തനെ കൈവിടാതെ തൻ്റെ കരങ്ങളിൽ വഹിച്ച് അന്ത്യം വരെയും സൂക്ഷിക്കാമെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് ഇന്നീ പ്രതികൂല അനുഭവങ്ങളിലും അവസ്ഥകളിലും ലോകം മുഴുവൻ ചലിക്കുമ്പോഴും ഒരു ദൈവ പൈതലിന്റെ ചിന്തകളിലും ആഗ്രഹങ്ങളിലും ദാഹത്തിലും പൂർണ്ണമായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ദൈവ സാന്നിധ്യം നിറയുമ്പോൾ ഈ ഭൂമിയിലെ ഒരു പ്രതികൂലവും നമ്മെ അലട്ടുകയില്ല. നമ്മെ തകർക്കുവാൻ, നമ്മെ ജയിക്കുവാൻ പിന്നെ ഈ പ്രതികൂലങ്ങൾക്ക് ഒരിക്കലും കഴിയുകയില്ല. കഴിയും മോദനങ്ങൾ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ, കർത്താവ് യേശുവേ അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം, യേശുവേ അങ്ങ് മാത്രമാണ് എൻ്റെ സകലവും. അപ്പാ അങ്ങെ സ്നേഹിച്ചിടാൻ, അങ്ങെ സേവിച്ചിടാൻ ഒരു പാനീയ യാഗമായി ഒഴുകിടുവാൻ, അങ്ങെ സ്നേഹിച്ചിടാൻ, അങ്ങെ സേവിച്ചിടാൻ ഒരു പാനീയ യാഗമായി ഒഴുകിടുവാൻ എന്നെ ഞാൻ നൽകിടാമപ്പാ, എന്നെ ഞാൻ നൽകിടാം. അവരികൾ ഒരിക്കൽ കൂടെ പാടുവാൻ കഴിയുമോ? ആമേൻ. അങ്ങേ സ്നേഹിച്ചിടാൻ, അങ്ങേ സേവിച്ചിടാൻ ഒരു പാനീയ യാഗമായി ഒഴുകിടുവാൻ, അങ്ങേ സ്നേഹിച്ചിടാൻ, അങ്ങേ സേവിച്ചിടാൻ ഒരു പാനീയ യാഗമായി ഒഴുകിടുവാൻ എന്നെ ഞാൻ നൽകിടാം. നാവുകൾ ചലിപ്പിച്ച് പാടുമോ? എന്നെ ഞാൻ അപ്പാ നൽകിടാം. പാടും. അടിയന്റെ ആശ, അടിയന്റെ ആശ, അടിയന്റെ വാഞ്ച, അടിയന്റെ ചിന്ത, അടിയന്റെ ദാഹം, അടിയന്റെ ആശ, അടിയന്റെ വാഞ്ച, അടിയന്റെ ചിന്ത, അടിയന്റെ ദാഹം. യേശുവേ യേശുവേ നീ മാത്രം. ധ്യാനത്തോടെ യേശുവേ
വീണ്ടെടുക്കുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ, സ്വന്തം മകനാക്കുവാൻ, പാപപരിഹാരയാഗമ ഉയരേകിയോൻ, എന്നെ വീണ്ടെടുക്കുവാൻ, സ്വന്തം മകനാക്കുവാൻ, പാപപരിഹാരയാഗമ ഉയരേകിയോൻ. യേശുവേ അങ്ങ് മാത്രം, നീ മാത്രം നാഥനേ, യേശുവേ അപ്പാ, നീ മാത്രം, യേശുവേ നീ മാത്രം നാഥ, യേശുവേ നീ പാടാ നമുക്ക് അടിയന്റെ ആശ, അടിയന്റെ ആശ, അടിയന്റെ വാഞ്ച, അടിയന്റെ ചിന്ത, അടിയന്റെ ദാഹം, അടിയന്റെ ആശ, അടിയന്റെ വാഞ്ച, അടിയന്റെ ചിന്ത, അടിയന്റെ ദാഹം. നമുക്ക് ഒരുമിച്ച് പാടാൻ കഴിയും ആ വാക്ക്. യേശുവേ നീ മാത്രം, യേശുവേ നീ മാത്രം. അക്ഷരങ്ങൾ മാറോട് ചേർത്താമേ. യേശുവേ നീ മാത്രം, യേശുവേ യേശുവേ നീ മാത്രം, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. സ്നേഹത്തോടെ പറയുമോ വാക്ക്. എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാകണേ. നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എൻ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എൻ യേശുവേ. ഓ നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ യേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ എൻ യേശുവേ. കൊതിയോടെ ഒരിക്കൽ കൂടെ. നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എൻ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എൻ യേശുവേ. ആ സാന്നിധ്യം, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ യേശുവേ, അങ്ങേ ദർശിപ്പാൻ ഇടയാവണേ എൻ യേശുവേ. പാടുമ്പോ യേശുവേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ
മുഴുവനായി എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ഹൃദയപൂർവമായി എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ആ കർത്താവിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പാടുവാൻ കഴിയുമാമേ. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോടു ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. ഒരിക്കൽ കൂടെ ആമേ. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോടു ചേരുമ്പോൾ ഉരുകി മാറും. എൻ മനഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. പാടാമോ? യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. ഓ യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ഓ എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. ഓ യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുമേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം അപ്പാ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുമ്പോൾ എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. പാടാം നമുക്ക്. നിൻ സ്നേഹത്താൽ, നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എൻ യേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എൻ യേശുവേ. ആമേൻ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ യേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ എൻ യേശുവേ. ഒരിക്കൽ കൂടെ. നിൻ സ്നേഹത്താൽ, നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എൻ യേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എൻ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ യേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ
യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി ഒരിക്കൽ കൂടെ ചേർന്ന് യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ അക്കരങ്ങളെ മാറോട് ചേർന്ന് ഒരിക്കൽ കൂടെ ആവരുകണമേ. എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി അക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ യേശുവേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നെ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ എന്നെ മുറ്റും നീ കഴുകേണമേ എൻ യേശുവേ. നിന്നോടു ചേർന്നു എന്നെ മുറ്റും നീ കഴുകേണമേ. ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയും, കർത്താവേ എന്നെ മുറ്റും കഴുകി ശുദ്ധീകരിക്കുവാൻ. കർത്താവേ ഈ പകലിൽ എന്നോട് കൃപ തോന്നണമേ. അങ്ങില്ലാതെ എന്റെ ജീവിതം വെറും ശൂന്യമാണ് കർത്താവേ. അങ്ങില്ലെങ്കിൽ ഞാൻ വെറും വ്യർത്ഥമാണപ്പാ. ഞാൻ അങ്ങേ മുറുകെ പിടിക്കുന്നു. എന്റെ സർവശക്തനെ, എനിക്ക് വേണ്ടി ജീവൻ നൽകിയവനെ, എനിക്ക് വേണ്ടി യാഗമായവനെ, ഇന്ന് ഈ നിമിഷവും ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നപ്പാ. മഹത്വത്തിന്റെ പ്രത്യാശയെ, മഹത്വത്തിന്റെ പ്രത്യാശയെ, സർവശക്തനെ, we worship you Lord, we worship you Lord, we glorify your name. Oh river come on yante artha kamana gadagara arthura mana gadagala river come on yam shantere. Oh ragal gadagara thuriviri andar come on yantara. ചില സമയങ്ങളിൽ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ആയിരിക്കുന്ന ഇടം മറന്ന് ആത്മാവിൽ ദൈവത്തെ സന്തോഷത്തോടെ എന്റെ ജീവിതം അത് ശ്രേഷ്ഠമാകുന്നത് യേശു എന്റെ കൂടെയുള്ളത് കൊണ്ടാണ്. യേശു എന്റെ കരം പിടിച്ചത് കൊണ്ടാണ്. കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മെ കരം പിടിച്ചുയർത്തിയ സർവശക്തൻ ആ സാന്നിധ്യം ഇപ്പോൾ ആ റൂമിനകത്ത് നാം ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു.
അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കുമോ? അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കുമോ? വിശ്വസിച്ച് വായികൾ തുറന്ന് ശക്തിയോടെ ഓ സകല നാമത്തിന് മേലായ നാമം, ദൂതന്മാർ രാപ്പകലിനെ വാഴ്ത്തുന്ന നാമം, ഈ പകലിലും ആ ദൈവ സാന്നിധ്യം നമ്മെ തൊടുകയാണ്. ഓ പരിശുദ്ധനെ 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 പരിശുദ്ധനെ. ആരൊക്കെ നമ്മെ മറന്നാലും, ആരൊക്കെ തള്ളി മാറ്റി എന്ന് പറഞ്ഞാലും, യേശു കൂടെ ഉണ്ടെങ്കിൽ ജീവിതം പൂർണ്ണമാണ്. യേശു കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും ശൂന്യമായി തീരും. ഇന്ന് ഈ പകലിൽ എത്ര പേര് വിശ്വാസത്തോടെ പറയും, കർത്താവേ അങ്ങിൽ പൂർണ്ണമായി അലിയുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങേക്ക് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവേ ഈ കാലഘട്ടത്തിലും എന്നെയും കുടുംബത്തെയും സമയമായി ഞങ്ങൾ ഉപയോഗിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുന്നവനെ. ഓ റബക്കമാറിയാധാര അർത്ഥകനകടകരം ദേവിയ ശക്മോ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും. ഒരിക്കൽ കൂടി ചേർന്നാമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമം, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പാടി പുകഴ്ത്തിടം ദേവനെ പുതിയതും കൃപകളോടെ. പാടി പുകഴ്ത്തിടം ദേവനെ പുതിയതും കൃപകളോടെ. നാം പാടി പുകഴ്ത്താം. ആമേൻ. യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളെ ചേർത്തും മാർവണച്ച സ്നേഹം പാടും ഞാൻ. കാക്കും കരങ്ങളെ ചേർത്തും മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവേ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തി പുകഴ്ത്തിടും. കള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തക്കരത്തിൽ വച്ചു ജീവപാതെ എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തക്കരത്തിൽ വച്ചു ജീവപാതെ എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ
കാത്തു പ്രിയനായി വേല ചെയ്യും യേശു എന്ന നാമമേ, യേശു എന്ന നാമമേ. ഓ എന്നാത്മാവിൻ യേശു എന്ന നാമമേ, എന്നാത്മാവിൻ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശു ശോധനയിലും താണു വീണു പോകാതെ, യോർദാൻ സമമന ശോധനയിലും താണു വീണു പോകാതെ, ആർപ്പജയധ്വനിയോട് കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം, ആർപ്പജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന വിശ്വാസത്തോടെ യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. ഓ യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. ഓ എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തി പുകഴ്ത്തി എൻ പ്രിയ യേശു എന്ന നാമമേ, യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. ഓ യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. ഓ റിഷാമാരാനി കാനാദാനാ ഓരി ബലം ശമനം ദലനം ദാരേ.
താണ് വീണു പോകാതെ നമ്മെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ച ദൈവം, യോർദാനെ രണ്ടായി പിളർത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്ന കർത്താവ്, ഈ കാലഘട്ടത്തിലും ഇന്നും ആ ദൈവത്തിന്റെ കരം ചലിക്കും, ആ ദൈവത്തിന്റെ കരം ചലിക്കും, ആ ദൈവത്തിന്റെ കരം ചലിക്കും. എന്നാൽ ദൈവം നമ്മിൽ നിന്നൊന്ന് ആഗ്രഹിക്കുന്നു, ആ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുവാനും, ആ കർത്താവിനെ മുറുകെ പിടിക്കുവാനും, ആ മുഖത്ത് നോക്കി അപ്പാ എന്നൊന്ന് വിളിക്കുവാനും കൊതിയോടെ ആ കർത്താവിനെ നോക്കിയിട്ട് പറയുമോ, എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നു, അതായി തന്നെ ഞാൻ. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നു, അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ആ കരങ്ങളെ ഒന്ന് മാറോടെ ചേർത്ത് ആ യേശുവിൻ്റെ മുഖത്ത് നോക്കി ആ വരികൾ ചേർന്ന് പാടുവാൻ കഴിയുമോ? എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, കുറവുകൾ തീർക്കും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, കുറവുകൾ തീർക്കും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാ. കഴിയുമോ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി, എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നു, അതായി തന്നെ ഞാൻ. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നു, അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ പലയിടത്താണെങ്കിലും ഞങ്ങളുടെ ആത്മാവിൽ ഒരുമിച്ച് നിർത്തുന്ന ആ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പൊ അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് അടികളെ പൂർണ്ണമായി ഞങ്ങൾ നൽകുകയാണ്. അങ്ങയുടെ ഇഷ്ടത്തിലേക്ക്, അങ്ങയുടെ ആഗ്രഹത്തിലേക്ക് ഞങ്ങൾ എന്താണെന്നുള്ളത് അതിന്റെ പൂർണ്ണത ഞങ്ങളിലല്ല. ഞങ്ങൾക്ക് ഒന്നും അറിയില്ലപ്പാ. അങ്ങ് മാത്രമാണ് അത് ഡിസൈൻ ചെയ്തത്. അങ്ങയുടെ കരങ്ങളിൽ മാത്രമാണ് അതിനെ കുറിച്ചുള്ള അറിവുള്ളത്. ഞങ്ങളെ കുറിച്ചുള്ളതൊക്കെയും അങ്ങയുടെ ഹൃദയത്തിലാണല്ലോ. ഈ പകലിൽ ഞങ്ങൾ അങ്ങയെ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് അടിയങ്ങളെ ഒന്ന് കരം പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, ആ മേഖലയിൽ ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ നീ മാത്രം, യേശുവേ നീ മാത്രം. ആ കരങ്ങളെ മാറോട് ചേർന്ന് പറയുമോ? യേശുവേ നീ മാത്രം. എന്നെ ഞാൻ നൽകിടാം, എന്നെ ഞാൻ നൽകിടാം. പറയും ഒരിക്കൽ കൂടെ, യേശുവേ യേശുവേ നീ മാത്രം, യേശുവേ
കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി എങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ലജ്ജിച്ചു പോകാതെ ഇതുവരെയും വഴി നടത്തിയ കർത്താവെ, തുടർന്നും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. വചനത്താൽ നീ ഞങ്ങളോട് ഇടപെടണമേ. വലിയ ദൈവപ്രവൃത്തികൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നപ്പാ. എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും ആയിരിക്കുന്നിടത്ത് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് തിരുവചനം വായിച്ച്, നമുക്കൊരു സംഗീതം വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നാം ആയിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൊരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് തിരുവചനം കയ്യിലെടുത്ത് ഒരു സങ്കീർത്തനം വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 16-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച് കർത്താവിൻ്റെ ദാസൻ റോബിൻസൺ മുന്നോട്ട് കടന്നു വന്ന് 16-ാം സങ്കീർത്തനം വായിച്ച് നമ്മെ സഹായിക്കും. നമ്മളെല്ലാവരും ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സങ്കീർത്തനം 16-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വായിച്ചു തുടങ്ങുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. 11-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് ചേർന്ന് ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധന നമ്മുടെ ഹൃദയങ്ങൾക്ക് സന്തോഷവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ, ദൈവം ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നതുമാണ് വാസ്തവത്തിൽ ആരാധന എന്ന് പറയുന്നത്. ആരാധനയിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ദൈവവചനം അതിൻ്റെ ആധികാരികതയോടെ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ദൈവം നമുക്ക് നൽകുന്ന ആരാധന സ്വാതന്ത്ര്യം, അവസരങ്ങൾ പാഴാക്കാതെ വീണ്ടും കർത്താവിൽ ബലപ്പെട്ട് ശക്തിയേറി മുന്നേറുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ദൈവ വചന ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദവാക്യം വായിക്കാം. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സദൃശവാക്യം 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. അടുത്തത്, അവന്റെ ശാസനയിങ്കൽ മുഷിയുകയും അരുത്. അടുത്തത്, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ വളരെ ശക്തിമത്തായ മെസ്സേജുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് തന്നെ നമുക്കെല്ലാം വളരെ ഉത്തേജനവും അനുഗ്രഹപൂർണമായ ആലോചനകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ
ഒരു ചിന്തയാണ് ഇന്ന് കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞ് നമ്മുടെ ആ വചനഭാഗത്തിലേക്ക് നമുക്ക് വരാം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ ഉള്ളൂ. പഴയ നിയമത്തിൽ സ്നേഹിതനായ അബ്രഹാമും ദാസത്വത്തിൻ്റെ കീഴിലുള്ള ദൈവത്തിൻ്റെ ജനവും. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് ദാനമായി തന്നു. അപ്പോൾ പുതിയ നിയമം ദൈവം പുത്രത്വമാണ് നമുക്ക് തന്നു ഉറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകളുടെ അകത്ത് കൂടിയിട്ടുണ്ട്. നമ്മൾ പുത്രത്വം പ്രാപിച്ചവരാണ്, നമ്മൾ മക്കളാണ്, നമ്മളെ അവകാശമുള്ളവരാണ്. നമുക്ക് നേരെ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ കഷ്ടതകളോ ഒന്നും ഒരു ദൈവ പൈതലിന് നേരെ വരില്ല എന്ന് ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പക്ഷേ കാണും. എന്നാൽ ഒരു കാര്യം ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. നാം അറിഞ്ഞിരിക്കുന്ന ഈ സത്യം അവൻ എന്താണെന്നുള്ളതാണ് ദൈവജനം തിരിച്ചറിയേണ്ടത്. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി അല്ല നമ്മൾ പ്രത്യാശ വെച്ചത്, നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഈ നശിക്കുന്ന, ഈ നാശമുള്ള ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു അവകാശത്തിന് വേണ്ടിയോ അല്ല നാം ഇറങ്ങി തിരിച്ചത്. നാം ഇറങ്ങി തിരിച്ചത് ഒരു നിത്യതയ്ക്ക് വേണ്ടിയാണ്. കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തു, നിങ്ങൾക്കൊരു നിത്യത ഞാൻ അവകാശമായി തരും. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ അവൻ്റെ മക്കളാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ജ്ഞാനിയായ ശലോമോൻ ആമേൻ 3-ാം അധ്യായം അതിന് 11-12 വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷിയുമരുത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ വിളിക്കുന്ന വിളി ദാസനെ എന്നല്ല ദൈവം വിളിക്കുന്നത്. ശലോമോൻ പറയുന്നത്, മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. അപ്പോൾ മകനെ എന്ന് വിളിക്കുകയും യഹോവയെ എന്ന അടുത്ത വാക്യത്തിൽ കയറ്റുകയും ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ആരെയാണോ പുത്രത്വം പ്രാപിച്ച് സ്വീകരിച്ചിരിക്കുന്നത് അവരെയാണ് മകനെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അവരോട് ആമേൻ ശലോമോൻ പറയുന്നൊരു കാര്യം, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷിഞ്ഞു പോകരുത്. അപ്പോൾ ഇതൊരു സത്യമാണ്. അവിടെ അപ്പനും മക്കളുമെന്ന ഒരു ബന്ധത്തിൽ നാം നിൽക്കുക. നമുക്കറിയാം, 1 രാജാക്കന്മാരും 2 രാജാക്കന്മാരും ശമൂവേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ശലോമോനെ മകനായിട്ട് പുത്രത്വം ആയിട്ട് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അപ്പോൾ ശലോമോൻ നമ്മോട് പറയുകയാണ്, യഹോവ ഒരാളെ ശാസിച്ചാൽ അവൻ മുഷിഞ്ഞു പോകരുത്. അങ്ങനെ ദൈവം ചെയ്യുമോ? ദൈവം അങ്ങനെ ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മുടെ അപ്പനായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ ശാസിക്കുകയും നമ്മെ ചെറിയ ശിക്ഷയൊക്കെ തന്ന് ദൈവം നമ്മെ നടത്താറുണ്ട്. പക്ഷെ കർത്താവിൻ്റെ ദാസൻ അവിടെ എടുത്തു പറയുന്നൊരു വാക്യം 12-ാം വാക്യത്തിലുണ്ട്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. 12-ാം വാക്യം, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ. അവിടെയാണ് നിങ്ങൾ ആ വാക്യം അറിയേണ്ടത്. എല്ലാവരെയും കയറി അപ്പൻ കയറി ശിക്ഷിക്കാറില്ല, എല്ലാവരെയും കയറി അപ്പൻ കയറി ശാസിക്കാറില്ല. അപ്പൻ ശാസിക്കുന്നതും അപ്പൻ ശിക്ഷിക്കുന്നതും ആരെയാണെന്നറിയാമോ? ആമേൻ 12-ാം വാക്യത്തിൽ പറയുന്നു, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ. അപ്പോൾ കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ദൈവം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ, അപ്പൻ ഇഷ്ടപ്പെടുന്ന മക്കളോട് അവനത് ചെയ്യും. അപ്പന് ഒരുപാട് ഇഷ്ടം ഉണ്ട് എന്ന് തോന്നുമ്പോൾ ഒരുപാട് നന്മകൾ കോരി നമ്മുടെ കയ്യിലേക്ക് ഇട്ട് തരികയല്ല നമ്മുടെ അപ്പൻ ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു അപ്പനെ കണ്ടിട്ടുണ്ടോ? ആമേൻ, മകൻ തെറ്റിപ്പോകും,
അല്ലെങ്കിൽ മോശമായി പോകും എന്ന് കണ്ടാലും മകന് വീണ്ടും വീണ്ടും നന്മകൾ കോരിക്കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അപ്പനുണ്ടോ? ഒരിക്കലുമില്ല. ദൈവം നമ്മെ അല്പമായ ഒരു പ്രതികൂലത്തിലോ പ്രതിസന്ധിയിലോ കഷ്ടതയിലോ ദൈവം നമ്മെ ശിക്ഷിക്കുകയും അവൻ ശാസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടി? അവൻ്റെ സ്നേഹം നമ്മോട് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. സ്നേഹം വെളിപ്പെടുത്താനാണ്. നേരെ തിരിച്ച് അവൻ വ്യത്യസ്തമായൊരു ചിന്ത ഇതിനകത്തുണ്ടാകാം കേട്ടോ. ഈ മക്കൾക്ക് നല്ല ബോധ്യം ഇല്ല. എങ്ങനെ? അപ്പൻ ആരാണെന്നും അപ്പൻ എങ്ങനെയുള്ളവനാണെന്നും മക്കൾക്ക് നല്ല ബോധ്യമില്ല എങ്കിൽ അപ്പൻ ശാസിക്കുമ്പോൾ, അപ്പൻ ശിക്ഷിക്കുമ്പോൾ ഒരു പക്ഷേ അപ്പൻ ഏതോ ഒരു എന്നോടെന്തോ വേറൊരു നിലവാരത്തിലാണ് എന്നോട് അപ്പൻ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അപ്പൻ എന്നോട് അങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന മക്കൾ ഒരു പക്ഷെ കണ്ടേക്കാം. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നതും ദൈവം നിങ്ങളെ ശാസിക്കുന്നതും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒരിക്കലുമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പകരം അവൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എബ്രായ ലേഖനം 12 അധ്യായം അതിൻ്റെ 5 വാക്യം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അതെടുത്തു പറയുന്നുണ്ട്. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. കണ്ടോ? എന്തുകൊണ്ട്? പഴയ നിയമത്തിലെ സദൃശവാക്യത്തിലെ ശലോമോൻ പറഞ്ഞ വാക്യം അപ്പോസ്തലനായ പൗലോസ് അത് ഏറ്റു പറഞ്ഞു. കാരണം ആ വാക്യം പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമ ദൈവമക്കൾക്ക് അത് ബാധകമാണ്. പുത്രത്വം പ്രാപിച്ച ദൈവമക്കളോട് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയാണ്, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? മുഷികയും. അപ്പൊ ദൈവം നമ്മെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിനകത്ത് ഒരു ചെറിയ ശാസനയോ ഒരല്പമായ ശിക്ഷയോ ഒക്കെ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തോട് മുഷിയരുത്. ഒരിക്കലും മുഷിയരുത്. ഞാൻ കണ്ടിട്ടുണ്ട്, ചിലത് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നോട് എന്തുകൊണ്ടാ ദൈവം ഇത് ചെയ്യുന്നേ? എന്തുകൊണ്ടാ ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എന്നോട് ദൈവത്തിന് ഇഷ്ടമില്ല. പലരും എന്നോട് വ്യക്തിപരമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ല പാസ്റ്റർ പറയുന്ന പോലെയൊന്നുമല്ല, ദൈവത്തിന് എന്നോട് ഒരു ഇഷ്ടവുമില്ല, ദൈവത്തിന് എന്നോട് ഒരു സ്നേഹവുമില്ല. നോക്കിക്കേ, മറ്റേ ആളെ നോക്ക്, ആ വ്യക്തിക്ക് ഒരു പ്രശ്നവുമില്ല, ആ വ്യക്തി എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നേ, ഏതെല്ലാം നിലവാരത്തില. പക്ഷെ ഞാനോ എന്നും കഷ്ടതയിൽ, എന്നും ഒന്ന് മാറി കഴിയുമ്പോൾ മറ്റൊന്ന്. കടൽ തിരമാല അടിക്കുന്ന പോലെ പ്രതിസന്ധികളുടെ നടുവിൽ കടന്ന് അവൻ വല്ലാത്ത നിലവാരത്തിൽ ജീവിതം കുഴഞ്ഞു പോകുമ്പോൾ എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നവരോടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ആലോചന പറയുന്നത്. മകനെ, കർത്താവ് അനുവദിച്ച ഒരു ചെറിയ ശിക്ഷയാണെങ്കിൽ നീ അത് നിരസിക്കരുത്. കാരണം അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും ദൈവം നന്മയ്ക്കായിട്ടത്രേ കൂടി വ്യാപരിപ്പിക്കുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3 അധ്യായം അതിൻ്റെ 19 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്. ഞാൻ ആ വാക്യം പറഞ്ഞു വിടാം. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. അപ്പോൾ ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 അധ്യായം 19 വാക്യത്തിലും എടുത്തു പറയുന്നു, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുന്നു. അപ്പൊ ദൈവത്തിന് നമ്മോട് പ്രിയമുണ്ട് എന്നെങ്ങനെയാണ് അറിയുന്നത്? അവൻ ശാസിക്കും. പക്ഷെ ഇപ്പോഴത്തെ പഠിപ്പിക്കലും ഇപ്പോഴത്തെ ടീച്ചിങ്ങും എല്ലാം നേരെ തിരിച്ചാണ്. ദൈവം അങ്ങനെ ചെയ്യില്ല, ദൈവം ആരെയും ശാസിക്കത്തില്ല, ദൈവം ആരെയും പഠിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ ദൈവം ആരെയും അങ്ങനെ ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് ചിന്തകൾ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം പുതിയ നിയമത്തിലെ ചിന്തകളാണ്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന് ഒരുപാട് പ്രിയമുള്ളവരെ ദൈവം ശാസിക്കും, ശിക്ഷിക്കുകയും ചെയ്യും. അയ്യോ, അപ്പൊ ദൈവം ശിക്ഷിക്കുമോ? ദൈവം ശിക്ഷിക്കും. അവൻ എന്തിനാ? തന്റെ സ്നേഹം വെളിപ്പെടുത്താൻ.
ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, പിതാവായ ദൈവത്തിന് പുത്രനാം യേശുവിനോട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെശയ്യാ പ്രവചനം പറയുന്നു, പുത്രനെ തകർത്തു കളയാൻ പിതാവിന് ഇഷ്ടം തോന്നി. സ്നേഹമില്ലാത്ത കൊണ്ടാണോ? അപ്പൊ സ്നേഹം വെളിപ്പെടുത്തുവാൻ തനിക്ക് പ്രിയമുള്ളവരെ ദൈവം ഇടക്ക് ചെറിയൊരു അടി തരാറുണ്ട്, ചെറുതായി ഒരു ശിക്ഷ തരാറുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ഓർത്തേക്കണം, എന്നെ അധികം ഇഷ്ടപ്പെടുന്ന, എന്നെ അധികമായി സ്നേഹിക്കുന്ന, എന്നെ ആഴമായി ഉൾക്കൊള്ളുന്ന ഒരപ്പൻ എനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഞാൻ അടുത്ത വാക്യത്തിൽ വരാം. ഈ ദൈവമക്കൾ, ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് ദൈവം നമ്മെ ശിക്ഷിക്കുന്നു, എന്തുകൊണ്ട് ദൈവം നമ്മെ ശാസിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ദൈവമക്കൾക്ക് കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു. ഒന്ന്, തന്റെ സ്നേഹം വെളിപ്പെടുത്താൻ. രണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിയുക. ഇതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഇതൊക്കെ അനുവദിക്കുന്നത്. ദൈവം എന്തിനാ ആമേൻ ശിക്ഷ തരുന്നത്? എന്തിനാണ് ദൈവം ശാസിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, അപ്പോൾ സ്നേഹിക്കുന്ന മക്കളെയാണ് അവൻ ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും. തന്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ സ്നേഹത്തിനകത്തുനിന്ന് നിന്നെ പുറത്തോട്ട് തട്ടിക്കളയാതിരിക്കാനാണ്. ആ സ്നേഹത്തിൽ നീ നിലനിൽക്കേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെ ദൈവം ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? ശക്തിയും കൃപയും ദൈവം നിന്നിൽ വർദ്ധിപ്പിക്കാൻ ദൈവം ചിലത് അങ്ങനെ ചെയ്യാറുണ്ട്. ആ വാക്യം ഒന്നുകൂടി വായിക്കണം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അങ്ങനെ ദൈവം ശാസിക്കുകയും ദൈവം അനുവദിച്ചുള്ള കഷ്ടതകളും നിങ്ങൾക്ക് നേരെ വരുമ്പോൾ, ആ പരീക്ഷകൾ നിങ്ങളിൽ അകപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ഇതാണ് വിഷയം, ഇവിടെയാണ് വിഷയം. ഇതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഒരു ശാസന, അങ്ങനെ ഒരു കഷ്ടത, അങ്ങനെ ഒരു പ്രതിസന്ധി, അങ്ങനെ ഒരു പ്രതികൂലം നിങ്ങൾക്ക് നേരെ ദൈവം അനുവദിച്ചിട്ട് ദൈവം നിങ്ങൾക്ക് നേരെ വരുത്തുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാകുകയാണ്. അതിനകത്ത് ദൈവം നിങ്ങളെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ദൈവം ഉറപ്പിച്ചു നിർത്തുകയാണ്. ആ കഷ്ടത കഴിയുമ്പോൾ, ആ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ ഫെയിലായി, നിങ്ങൾ എന്നേക്കുമായി വിട്ടുമാറുകയല്ല. പകരം അതിനേക്കാൾ വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ അവൻ ചുവരെ നിൽക്കാൻ ദൈവം നിങ്ങൾക്ക് ശക്തിയും കൃപയും തരുന്നത് ആ പ്രതിസന്ധിയുടെ നടുവിലാണ്. അപ്പൊ ഒന്ന്, ദൈവ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്. രണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കാൻ ദൈവം അനുവദിക്കും. 4-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കണം. 4-ാം വാക്യം അതിന്റെ തന്നെ യാക്കോബ്. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും. അപ്പോൾ ദൈവം അത് അനുവദിക്കുന്നതിന്റെ അടുത്ത കാര്യം യാക്കോബ് പറയുന്നു, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന്, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകേണ്ടതിനും. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരായി, ഒരു സ്ഥലത്തും നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കാതിരിക്കേണ്ടതിന്, ഒന്നിലും നിങ്ങൾ തലകുനിച്ച് നിൽക്കാതിരിക്കേണ്ടതിന്, ആരുടെയും മുമ്പിൽ പോയി നിങ്ങൾ ഈ വിശ്വാസത്തിനും വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ വിഷയത്തിലും നിങ്ങൾ അടിപതറി പോകാതിരിക്കേണ്ടതിന് ദൈവമക്കളെ ഇത് അനുവദിക്കും. ഇത് തന്നെയാണ് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ്. ആമേൻ. പത്രോസിന്റെയൊക്കെ ശുശ്രൂഷയുടെ കാലയളവിൽ മഹാപീഡനത്തിന്റെ കാലമാണ്. ആദിമ സഭയുടെ പീഡ
അഴിച്ചുവിട്ട കാലമാണ്. ഡൊമീഷ്യൻ ചക്രവർത്തി, നീറോ ചക്രവർത്തി, അവൻ എന്ന് വേണ്ട ആദിമ സഭയുടെ കഷ്ടതയുടെയും നെടുവീർപ്പിൻ്റെയും പീഡനത്തിൻ്റെയും അവസ്ഥയിലാണ് പത്രോസ് ലേഖനം എഴുതുന്നത്. ക്രിസ്ത്യാനികളെ പച്ചയ്ക്ക് കത്തിച്ചു കളയുക, അവരെ കൊണ്ടുവന്ന് കല്ലിൽ അവിടെ തലവെച്ച് വലിയ കൂടം കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു കളയുക, മെഴുക ശീലക്കകത്ത് അവരെ പൊതിഞ്ഞ് മെഴുകി ചുറ്റി രാത്രികാലങ്ങളിൽ തെരുവ് ഓരങ്ങളിൽ വിളക്കുകളായി അവരെ കത്തിച്ചു നിർത്തുക. രണ്ട് സ്ഥലത്തും രണ്ട് കൈകളിലും കുറ്റികൾ വളച്ചുകൊണ്ടുവന്ന് കൈകാലുകൾ ബന്ധിച്ച് നടുവെ പിളർന്ന് കീറിക്കളയുക. ജടയാടുകളുടെ തോലുക ധരിച്ച് അവരെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക. ഇത്രയും വലിയ കഠിന ശോധനകളും പരീക്ഷകളും പ്രതികൂലങ്ങളും ക്രിസ്ത്യാനികൾ അനുഭവിക്കുമ്പോൾ കർത്താവിന്റെ ദാസനായ പത്രോസ് 5:9 പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായി അവരോട് എതിർത്ത് നിൽപ്പിൻ. ദൈവം അനുവദിക്കുന്നത് എന്തിനാ ദൈവമക്കളെ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരത ദൈവം ഉളവാക്കാനാണ്. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കേ, പുതിയ നിയമത്തിൽ കഷ്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നുപോയ ഏതെങ്കിലും ഒരു ദൈവദാസനെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, അവൻ ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. പ്രതിസന്ധിയും പ്രതികൂലത്തിന്റെയും നടുവിൽ നിന്നും പുറത്തു വന്ന ഒരഭിഷിക്തൻ, ഒരു ദൈവദാസൻ പോലും ഏത് സാഹചര്യത്തിലും അവൻ തകർന്നു പോകില്ല. അവൻ പിടിച്ചു നിൽക്കും. അവൻ ദൈവം അനുവദിക്കുന്നത്, ഇവിടെ വായിക്കും, നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന ദൈവം ഒന്ന് ഉറപ്പാക്കുകയാണ്. എന്നാൽ അവൻ എന്തിനു വേണ്ടി? ശക്തിയും കൃപയും ദൈവം പിരിക്കുവാൻ വേണ്ടി. അടുത്തൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ സങ്കീർത്തനം 105 സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിച്ചാൽ നല്ലതാണ്. യഹോവയുടെ വചനം, 18-ാമത്തെ വാക്യം 19. യഹോവയുടെ വചനം നിവർത്തിയാകും, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോ. മക്കളെ, ഞാൻ നിങ്ങളോട് ഈ സമയത്ത് 105-ാമത്തെ സങ്കീർത്തനം വായിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. 105-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. ആ സങ്കീർത്തനം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ദാസനായ ജോസഫിനെ കുറിച്ചാണ്. ആർക്കാണ് ജോസഫിനെ അറിയാത്ത? ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇതേ പുൽപ്പിറ്റിൽ നിന്ന് ജോസഫിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. യാക്കോബിന്റെ ഏറ്റവും എളിയ മകൻ, അവൻ നല്ല യൗവനകാലത്തു തന്നെ ദൈവസ്നേഹവും ദൈവകൃപയും ആഴമായി പുലർത്തിയ ഒരു ചെറുപ്പക്കാരൻ. ദൈവം തന്റെ യൗവനകാലത്തു തന്നെ സ്വർഗീയ ദർശനങ്ങളാൽ സ്വപ്നങ്ങളാൽ ദൈവം നിറച്ച നല്ലൊരു മനുഷ്യൻ. സഹോദരന്മാർ പാപം ചെയ്യുമ്പോഴും പാപം ചെയ്യാതെ വിശുദ്ധിയോടെ അപ്പൻ സേവിക്കുന്ന ദൈവത്തെ പിൻപറ്റിയ ആ ജോസഫിനെ നിങ്ങൾക്കറിയത്തില്ലേ? പക്ഷെ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടതകൾ ഒന്ന് ഓർത്തു നോക്കിക്കേ. സ്വന്തം സഹോദരന്മാരുടെ കൈകൾ കൊണ്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടുന്ന് ഇസ്മായിലിയർക്ക് അവിടുന്ന് കുഴിന്ന് വലിച്ചു കയറ്റി നിസ്സാര വെള്ളിക്കാശിന് അവനെ വിൽക്കുകയാണ്. അവര് കൊണ്ടുപോയി അവനെ കൈകളിൽ കാലുകളിൽ ചങ്ങല ധരിച്ച് അടിമ ചന്തയിൽ കൊണ്ടുപോയി അടിമ കച്ചവടത്തിന് കൊണ്ടുപോയി അവനെ നിർത്തിയിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് അടിമകളെ അവൻ വിൽക്കുന്ന മാർക്കറ്റുകളുണ്ട്. ഒരു എബ്രായ ബാലനെ, സമൃദ്ധിയുടെ നടുവിൽ ജീവിച്ചൊരു ചെറുപ്പക്കാരനെ, ദൈവമായിട്ട് ആഴമായ ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനെ, ദൈവത്തെ മാത്രം നോക്കി ജീവിച്ച, പാപം ചെയ്യാതെ
പാപം ചെയ്യുന്ന സഹോദരന്മാരോട് കൂടാതെ അപ്പൻ സേവിക്കുന്ന ദൈവത്തോട് അടുത്ത് നിന്ന് അപ്പന്റെ ഇഷ്ടപുത്രനായി അപ്പൻ അങ്കിവരെ തയ്പ്പിച്ചു കൊടുത്ത ഈ ജോസഫിന്റെ കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് പബ്ലിക് മാർക്കറ്റിൽ കൊണ്ടുപോയി, അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ നിർത്തിയിരിക്കുകയാണ്. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ തരണയിൽ ഓർപ്പിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ അല്പസമയം ഇവിടുന്ന് വായിക്കുമ്പോൾ ഞാൻ ആ ഭാഗമൊന്ന് നോക്കി. ചേട്ടന്മാരെ വിളിച്ച് ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് കരഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ജോസഫിന്റെ ഒറ്റ വാക്കിനകത്ത് പോലും ദൈവത്തെ നോക്കി താൻ കുറ്റം പറഞ്ഞിട്ടില്ല. അവര് പറയുന്നത് സ്വപ്നക്കാരൻ വരുന്നു, നമുക്കവനെ കൊല്ലാം. അപ്പൊ ദൈവം തന്ന സ്വപ്നമാണല്ലോ എന്നെ ഈ കഷ്ടതയുടെ നടുവിലേക്ക് കൊണ്ടുവന്നിട്ടത് എന്ന് ജോസഫ് പറയുന്നില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ചേട്ടന്മാർ വിൽക്കുമ്പോഴും പോത്തിഫറിന്റെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും കഴിഞ്ഞ 20 വർഷം കൈകളിലും കാലുകളിലും ചങ്ങല ഒഴിയാതെ കഷ്ടതയുടെ നീർച്ചൂരകത്ത് ഈ മനുഷ്യൻ കടന്നു പോകുമ്പോഴും തൻ്റെ അന്തരാത്മാവിൽ മന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇല്ല, എൻ്റെ ദൈവം ഇത് അനുവദിച്ചെങ്കിൽ ഇതിന് പിന്നിൽ എൻ്റെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്വപ്നം തന്ന ദൈവം ഈ കഷ്ടതയും ഈ ശിക്ഷയും ഈ ശാസനയും ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇതിന് പിന്നിൽ എൻ്റെ തമ്പുരാന് ഒരു ഉദ്ദേശമുണ്ട്. ആ ജോസഫിന്റെ ചരിത്രമാണ് 105-ാം സങ്കീർത്തനം. അതുകൊണ്ടാണ് നിങ്ങളത് വായിക്കണം. 18-ാമത്തെ വാക്യം, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം, ദൈവത്തിന്റെ വചനം നിവർത്തിയാകുകയും അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും. എനിക്ക് ആ വാക്യം നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ശ്രദ്ധിക്കണം. യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. അടുത്ത വാക്യം, അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും. അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ശ്രദ്ധിക്കണേ, അവർ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു വാക്യം ഒന്ന് കയറ്റി വായിച്ചാൽ സന്തോഷമുണ്ട്. അതല്ല, ഈ വാക്യം മറിക്കാതെ അവൻ ഉൽപ്പത്തി 39:2 ഇത് മറിക്കരുത്. ഉൽപ്പത്തി 39:2 എനിക്കൊന്ന് കിട്ടണം. യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അത്ര മതി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അവൻ എന്ത് ചെയ്തു? അവൻ കൃതാർത്ഥനായി. സങ്കീർത്തനം 105:19 അവർ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലകൾ കുടുങ്ങുകയും ചെയ്തു. ദൈവമക്കളെ, ദൈവം അനുവദിച്ചിട്ടല്ലേ, ദൈവം സമ്മതിച്ചിട്ടല്ലേ. ഞാൻ നേരത്തെ വായിപ്പിച്ച വാക്യം നിങ്ങൾ കണ്ടോ? ചങ്ങലയിൽ കിടക്കുമ്പോഴും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവം കൂടെയുണ്ട്. ദൈവമക്കളെ, അല്പമല്ലാത്ത കഷ്ടതയോ അല്പമല്ലാത്ത പ്രതിസന്ധിയോ നിങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കൂടെ ദൈവം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. മറ്റൊരു വാക്യം വേണം ഞാൻ നിങ്ങൾക്ക് ഇത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ്. അർദ്ധരാത്രിയിൽ എന്ന വാക്യം. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ട്, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവത്തെ എന്ത് ചെയ്തു? പാടി സ്തുതിച്ചു. ഒന്ന് നിൽക്കണേ. എപ്പോഴാ അവർ പാടി സ്തുതിച്ചു? ഒന്ന് പറഞ്ഞേ. അർദ്ധരാത്രി അല്ലേ? അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി
സ്തുതിച്ചു. അടുത്ത വാക്യം, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. കാരാഗ്രഹത്തിന്റെ എന്ത് കുലുങ്ങി? അടിസ്ഥാനം കുലുങ്ങി. സഹോദരന്മാരെ, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ആരാധിക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ശരീരത്തിൽ മുറിവില്ലാത്ത ഏതെങ്കിലും ഒരു പാടുണ്ടോ? ശരീരത്തിൽ അടിയേൽക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാമോ? വലിച്ചിഴച്ച് സമേൻ ജയിലിന്റെ അറക്കകത്ത് കൊണ്ടുവന്ന കാലുകൾ ആമത്തിലിട്ട് പൂട്ടി, കൈകളും ശരീരം മുഴുവൻ അടിച്ച് മുറിവേൽപ്പിച്ച് ദാണ്ട് കൊണ്ടുവന്ന് ഈ കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് കൈ പോലും കൂട്ടിയടിക്കാൻ കഴിയാതെ അല്പമായ ചങ്ങലകൾ ഉരുമി അവർ ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. 26-ാം വാക്യത്തിൽ പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. എൻ്റെ ചോദ്യം ഇതാണ്, ആരംഭത്തിൽ ഇത് രാത്രിയാ, രാവിലെ ഇവരെ കെട്ടിയിട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ഭൂകമ്പം ദൈവം അഴിച്ചില്ല? കെട്ടിയിട്ടടിക്കാൻ ആരംഭിച്ചപ്പോൾ എന്തുകൊണ്ട് ഭൂകമ്പവും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഒന്നും ദൈവം കുലുക്കിയില്ല? അർദ്ധരാത്രി വരെ ദൈവം വെയിറ്റ് ചെയ്തോ? ദൈവമക്കളെ, അതിനകത്തുകൂടി കടന്നു പോകണമെന്നുള്ളതും ആമേൻ ഇവരുടെ വിടുതലിന്റെ നടുവിൽ ആമേൻ ചിലർ വിടുതൽ പ്രാപിക്കണമെന്നുള്ളതും ദൈവത്തിന്റെ ഉദ്ദേശമാകിയാൽ ദൈവം അനുവദിച്ചു. നിന്റെ വേദനയുടെ നടുവിലും ആമേൻ നിന്നേക്കാൾ ഭാരമായ, നിന്നേക്കാൾ വേദനജനകമായ ആയിരങ്ങളെ നിന്റെ വേദനയുടെ നടുവിൽ ദൈവത്തിന് വിടുവിക്കണമെന്നുള്ളത് ഉദ്ദേശമായതുകൊണ്ട് ദൈവം അത് ചെയ്തു, ദൈവം അനുവദിച്ചു. ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. പൗലോസേ, നീ അടികൊണ്ട് അടിയുടെ വേദന അനുഭവിക്കുമ്പോഴും, ശീലാസേ ശരീരം മുഴുവൻ അടിച്ചവർ വേദനിപ്പിക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങൾ കിടക്കുന്ന സെല്ലിനകത്ത് കിടക്കുന്ന സകലമായ ആളുകളും ദൈവത്തെ അറിയാത്തവരും നിത്യത എന്തെന്ന് തിരിച്ചറിയാത്തവരുമാണ്. പക്ഷെ നിങ്ങൾ നിത്യതയുടെ ഉടമസ്ഥനായ കർത്താവിനെ കണ്ടുമുട്ടിയവരാണ്. നിങ്ങൾ അവനെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് നിത്യത ഉറപ്പാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ കിടക്കുന്ന ഈ സെല്ലിനകത്ത് കിടക്കുന്നവരാരും ദൈവത്തെ അറിഞ്ഞവരല്ല, ദൈവത്തിൽ നിന്ന് ഒരു അനുഭവങ്ങൾ പോലും അവർ ഉള്ളവരല്ല. എന്നാൽ കഴിഞ്ഞ പകലത്തെ നിങ്ങളുടെ വേദന ഈ രാത്രി ഒരു ഡെലിവറൻസ് ആക്കി ദൈവം മാറ്റും, അവനൊരു വിടുതലാക്കി മാറ്റും. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നത്തെ നിങ്ങൾ അനുഭവിക്കുന്ന ചില ഭാരങ്ങൾ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ചില വേദനകൾ ആയിരങ്ങളുടെ വിടുതലിന് ഒരു കാരണമായി തീരുമെന്നുള്ളത് അവൻ നിങ്ങൾ മറന്നു പോകരുത്. ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? പകൽ അടിയേറ്റിട്ടും പകൽ അവരെ ചതച്ചിട്ടും ദൈവം അനുവദിച്ചതിന്റെ കാരണം ഇതാ, അർദ്ധരാത്രിയിൽ ഇവരുടെ വേദനയുടെ നടുവിൽ ആയിരങ്ങൾ വിടുവിക്കപ്പെടാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടതുകൊണ്ട് ദൈവം അത് അനുവദിച്ചു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ജോസഫേ, ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൈകളിൽ ചങ്ങലയിട്ടു, ഇരുമ്പ് ആമൽ ചങ്ങലകളാൽ ബന്ധിച്ചു. എന്തിനാണ്? വായിക്കാൻ നമുക്ക് 105-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം. അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അടുത്തത്, രാജാവ് ആളയച്ച് അവനെ സമയമായപ്പോൾ ദൈവം ആരെ അയച്ചു? എല്ലാ കാലവും നിങ്ങളുടെ കഷ്ടത നിലനിൽക്കത്തില്ല ദൈവമൈതലേ. എല്ലാ കാലവും നിങ്ങൾ ഇങ്ങനെ കഷ്ടം അനുഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത് ദൈവത്തിന്റെ ശിക്ഷയാണെങ്കിൽ, ദൈവം അവൻ നിങ്ങളെ ശാസിക്കുന്ന ഒരവസരമാണെങ്കിൽ നിങ്ങൾ കുറിച്ചു വെച്ചോ, ഇതിന് പിന്നിൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചിരിക്കും. ഇതൊരു ദൂതാണ്. നിങ്ങൾ ഇന്ന് നേരിടുന്ന സകല പ്രശ്നത്തിന്റെ നടുവിലും
രാജാക്കന്മാരുടെ രാജാവായ ആമേൻ സർവശക്തനായ രാജാവായ കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും ഇന്ന് നീ അനുഭവിക്കുന്ന സകല കഷ്ടത്തിൽ നിന്നോ അല്ല, നിന്റെ കയ്യിലെ ചങ്ങലകൾ അഴിച്ച് നിന്റെ കാലിലെ കെട്ടുകൾ പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്നുള്ളത് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. അതുകൊണ്ട് ഇന്ന് കരയുന്ന ദൈവ പൈതലേ, ഇന്ന് ഭാരപ്പെടുന്ന ദൈവ പൈതലേ, എല്ലാ കാലവും നിന്റെ കയ്യിൽ ഈ ചങ്ങല കിടക്കത്തില്ല. എല്ലാ കാലവും നിന്റെ കാലിൽ ഈ ചങ്ങല കിടക്കത്തില്ല. അത് മറിച്ച് അത് പൊട്ടിച്ച് അവൻ രാജവാളയച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദിവസം വിദൂരമല്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. ആമേൻ. ആമേൻ. എന്റെ ഹൃദയം സന്തോഷം കൊണ്ടെന്നറിയാണ്. രാജാവ് ആളയച്ചവനെ വിടുവിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ. ദൈവം അനുവദിച്ച ഒരു പൊട്ടക്കിണർ, ദൈവം അനുവദിച്ച ഒരു കാരാഗ്രഹം, ദൈവം അനുവദിച്ച ഒറ്റപ്പെടൽ, ദൈവം അനുവദിച്ച പ്രതിസന്ധികൾ, ഇതെല്ലാം ദൈവം അനുവദിച്ചു. പക്ഷേ ദൈവം അനുവദിച്ചതിന്റെ പിന്നിൽ ഒരു സമയമുണ്ട് ദൈവ പൈതലേ. ദൈവം അനുവദിച്ചതിന്റെ പിന്നിൽ ഒരു കാലമുണ്ട് ദൈവ പൈതലേ. ആ സമയമാകുമ്പോൾ ദൈവം ചിലരെ അഴക്കും, ദൈവം ചിലരെ വിടുവിക്കും. ആർക്കും അവൻ വിടുവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം ചിലരെ ആളയച്ചു വിടുവിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് ദൈവാത്മാ പറയുന്നു. Praise God. Hallelujah. ഒത്തിരി സന്തോഷമുള്ള വാക്യമാണ്. 20-21 കൂടി വായിക്കണം. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും 20-ാം വാക്യം ഒരിക്കൽ കൂടി. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ആമേൻ. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രമാക്കി. നിങ്ങൾ നോക്കിക്കേ, ആ കഷ്ടത തീരുകയല്ലേ, ആ പ്രതിസന്ധി തീരുകയല്ലേ, കയ്യിലെ കെട്ട് പൊട്ടുകയല്ലേ. ധൈര്യമായിരിക്കെ. 1000കണക്കിന് സാക്ഷ്യങ്ങൾ എനിക്കും നിങ്ങൾക്കും നമ്മൾ കേട്ടതും നമ്മൾക്ക് പറയാനുമുണ്ട്. എത്രയോ ദൈവദാസന്മാർ, എത്രയോ ദൈവമക്കൾ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ അവർ കടന്നുപോയി. എന്നാൽ പിൽക്കാലത്ത് അവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കഷ്ടങ്ങൾ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായില്ല. അതിനൊരു വിരാമം ദൈവം കുറിച്ചു. ദൈവം ചിലരെ അഴച്ചു, ദൈവം ചിലരെ വിട്ടു മാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദൂതം നിങ്ങളോടുള്ള ദൂതാണ്. കർത്താവിൽ അനുഗ്രഹീത ദൈവദാസൻ, ന്യൂഇന്റെ ചർച്ച് ഓഫ് ഗോഡിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായ ആമൻ പാസ്റ്റർ B.A. തമ്പി പാസ്റ്റർ, ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവിന് വേണ്ടി ഇറങ്ങി, കർത്താവിന് വേണ്ടി നിന്നു. ആഹാരം പോലും കഴിക്കാനില്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ച് തന്നെ ഇറക്കിയപ്പോൾ സ്വന്തം അമ്മ വാമൻ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് നായയ്ക്ക് ഇട്ടുകൊടുക്കുന്ന ആ ചോറ് എല്ലാവരും വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി വന്ന് ആ നായയെ തട്ടിമാറ്റി ആ പട്ടിക്കിട്ട് കൊടുത്ത ചോറ് കഴിച്ച് വിശപ്പടക്കിയ സാക്ഷ്യം ദൈവദാസൻ പറയുന്ന കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ത്യയിൽ അനവധി ചർച്ചകളായി ദൈവം ലോകത്തിന്റെ രാജ്യങ്ങളിൽ അവർ ഉപയോഗിച്ചു. ദൈവത്തിന്റെ മാന്യത അവരെ തേടി വന്നു. പക്ഷെ ഇതിൻ്റെ എല്ലാം പിന്നിലെ കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവം ചിലരെ അഴക്കും, ദൈവം പിടിപ്പിച്ചിരിക്കും. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാൻ അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും ദൈവം അവനെ മാറ്റി. അവന്റെ കഷ്ടതയുടെ നടുവിൽ നിന്നും അവൻ ദൈവം അനുവദിച്ച ശിക്ഷയുടെ നടുവിൽ നിന്നും ദൈവം നേരെ പ്രമോഷൻ കൊടുത്ത് ദൈവം അവനെ മാനിച്ചു. മനസ്സിലാക്കണം കേട്ടോ. എന്തുകൊണ്ട്? ആമൻ. ആ വാക്യം ഇതാണ്: വിശ്വാസ ജീവിതത്തിൽ ഒരു മാതൃകയുള്ളവരാക്കി ദൈവം നമ്മെ മാറ്റേണ്ടതിന് ദൈവം ഇത് അനുവദിക്കും. അപ്പൊ 105-ാം സങ്കീർത്തനത്തിൽ ജോസഫിന്റെ ജീവചരിത്രമാണ് അത് വെളിപ്പെടുത്തുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങൾ ദൈവമക്കൾ അറിയണം. ഒന്ന്, സ്നേഹം
വെളിപ്പെടുത്താൻ ദൈവം അത് അനുവദിക്കും. ശക്തിയും കൃപയും നമ്മിൽ വർദ്ധിച്ചു വരാൻ ദൈവം ആ കഷ്ടതയും പ്രതികൂലവും അനുവദിക്കും. വിശ്വാസ ജീവിതത്തിൽ അനേകർക്ക് മാതൃകയുള്ളവരായി തീരുവാൻ, അനേകരെ നമ്മിലൂടെ വിടുവിക്കാൻ നമ്മുടെ കഷ്ടത നിമിത്തം ദൈവം മുഖാന്തരമാക്കി മാറ്റും. അടുത്തത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. ദൈവത്തിന്റെ വചനം വളരെ ആഴമായി പറയുന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. കഷ്ടതയോ പരീക്ഷയോ വരുന്നത് ശാപമോ മറ്റെന്തെങ്കിലും തരത്തിലോ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആരാണ്? ഭാഗ്യവാൻ. അവൻ ഭാഗ്യവാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭാഗ്യവാന്റെ ലിസ്റ്റിൽ നമുക്ക് എന്തെല്ലാം പെടുത്താം. പക്ഷെ ബൈബിൾ പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് അടുത്തത് കാരണം കൂടി പറയുന്നു, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ ദൈവത്തിന്റെ ആമേൻ ശിക്ഷ, ദൈവത്തിന്റെ ശാസന നമ്മൾ വെറുക്കരുത്, നമ്മൾ മുഷിയരുത്. അതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്, സ്നേഹം വെളിപ്പെടുത്തുവാൻ, ശക്തിയും കൃപയും നമ്മിൽ വർദ്ധിപ്പിക്കുവാൻ, വിശ്വാസ ജീവിതത്തിൽ മാതൃക ഉളവാക്കാൻ മാത്രമല്ല ഒരു പ്രതിഫലം കൂടി നിനക്ക് നൽകി തരേണ്ടതിന് ചില പരീക്ഷകൾ ദൈവം നിനക്ക് അനുവദിക്കും. വിശ്വാസ ജീവിതത്തിൽ പരീക്ഷ നല്ലതാണ്. ദൈവപുത്രനായ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു, നമ്മൾ വായിക്കുന്ന ലൂക്കോസ് 3:21 വായിക്കുന്നു, അനന്തരം ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശു സ്നാനമേറ്റു, സ്വർഗം തുറന്നു. എന്നാൽ അടുത്ത വാക്യം 4:1 പറയുന്നു, അവൻ 40 ദിവസത്തെ പരീക്ഷ, അവൻ ഉപവാസത്തിന് ശേഷം സാത്താനാൽ പരീക്ഷിക്കേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 3.5 വർഷമാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേള. ആ 3.5 വർഷത്തെ ശുശ്രൂഷ യേശു ചെയ്യാൻ യേശുവിനൊരു പരീക്ഷ നേരിടേണ്ടി വന്നു. ക്രൂശിൽ യേശു കഷ്ടം അനുഭവിച്ചു. പക്ഷെ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു പരീക്ഷ. ഗതസമനം മുതൽ ഗൊൽഗോഥ മല വരെ അവൻ അനുഭവിച്ചത് കഷ്ടതയാണ്. പക്ഷെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവൻ പരീക്ഷ അനുഭവിച്ചു. സഹോദരന്മാരെ, നിങ്ങളോട് വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു പരീക്ഷയും ശുശ്രൂഷയുടെ അവസാനം ഒരു കഷ്ടതയും യേശു അനുഭവിച്ചു. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ കഷ്ടം അനുഭവിച്ചു. ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സകല നാമത്തേക്കാൾ മേലായ നാമമായി യേശുവിന്റെ നാമം ഉയർത്തപ്പെട്ടു. ഞാനീ പ്രസംഗിക്കുന്ന ഈ പ്രസംഗത്തിനകത്തുനിന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പരീക്ഷയും കഷ്ടതയും ഒക്കെ വരുമ്പോൾ ഇട്ടിട്ട് ഓടാൻ നിൽക്കരുത്. അതിനെ വിട്ട് നിങ്ങൾ ഓടി ഒളിക്കാൻ നിൽക്കരുത്. വരട്ടെ, അതിനെ പ്രാർത്ഥിച്ച് നേരിടാൻ തയ്യാറാകുക. അതിനകത്തൂടെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾ പോലും അറിയാതെ ശക്തിയും കൃപയും ദൈവം പെരുക്കും. ഒരു വാക്യം കൂടി അതിനോട് ചേർന്ന് വായിക്കണം. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ആ ലഘുവായ കഷ്ടം. ഇത്രയേ ഉള്ളൂ ഒരു ദൈവ പൈതലിന്റെ കഷ്ടം എന്ന് പറയുന്നത്. ദൈവം അനുവദിക്കുന്ന കഷ്ടതയും ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധിയും പ്രതികൂലവും ശാസനയും ഒക്കെ ഇത്രയേ ഉള്ളൂ. പൗലോസ് പറയും, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അതെന്തിനു വേണ്ടിയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8:17 പറയുന്നു, നാം മക്കളെങ്കിലോ വായിച്ചേ
നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്ര. ഈ വാക്യം നിങ്ങൾ അടിവരയിടണം. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. പലരും ഈ വാക്യം പുതിയ നിയമത്തിൽ മറന്നു പോകുന്നു. പലരും അല്ലെങ്കിൽ ഇതെടുത്ത് പ്രസംഗിക്കാൻ ലജ്ജിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും മനഃപൂർവ്വം ഇത് മറച്ചു കളയുന്നു. നാം മക്കളെങ്കിൽ നാം അവകാശി, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. പലപ്പോഴും നമ്മൾ ഈ വാക്യമൊക്കെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പറയുന്ന വാക്യമാണ്. പക്ഷേ അത് അവിടെ കൊണ്ട് നിർത്തരുത്. അതിൻ്റെ ഒടുവിൽ വായിക്കണം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പൊ ദൈവം അനുവദിക്കുന്ന കഷ്ടത നമ്മെ തേജസ്കരിക്കേണ്ടതിനും ഒരു പ്രതിഫലം ദൈവം നമുക്ക് തരേണ്ടതിനുമാണ്. തീർന്നില്ല. 119 സങ്കീർത്തനം അതിന്റെ 75 വാക്യം ഒന്ന് വായിച്ചാൽ നല്ലതാ. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. യഹോവേ, നിന്റെ വിധികൾ എന്താണ്? നീതിയുള്ളവയെന്നും. അപ്പൊ ദൈവം ശാസിക്കുന്നതും ദൈവം ശിക്ഷിക്കുന്നതും ഞാൻ പറഞ്ഞല്ലോ, അപ്പന് മക്കളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ വാക്യം, യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ എന്തിരിക്കുന്നു? താഴ്ത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം അങ്ങനെയും ചെയ്യും. ദൈവം ഇടയ്ക്ക് ശാസിക്കുകയും ദൈവം നമ്മെ അല്പമായ കഷ്ടത്തിലൂടെ കടന്നു വിടുന്നതിന്റെ ഉദ്ദേശം ഒന്നുണ്ട്, ദൈവം നമ്മെ താഴ്ത്താൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ റെഫറൻസ് ഞാൻ ഓർക്കുന്നത് 8-ാം അധ്യായം, ആവർത്തനം 8-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട്, ഈ കഴിഞ്ഞ 40 വർഷം ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ നടത്തിയ ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് പുറത്തു വരേണ്ടതിന്, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള രഹസ്യങ്ങൾ വെളി വരേണ്ടതിന് ഈ കഴിഞ്ഞ 40 വർഷം ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ നടത്തി എന്നൊരു വാക്യം കർത്താവ് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മിസ്രയീമിൽ നിന്നും നേരെ കനാനിലേക്ക് കയറാൻ 2 ആഴ്ച 14 ദിവസത്തെ വഴിദൂരം മതിയായിരുന്നു നേരെ കനാനിലേക്ക് കടന്നു പോകാൻ. എന്നാൽ കഴിഞ്ഞ 40 വർഷം ഈ 2 ആഴ്ച നടക്കേണ്ട 14 ദിവസം നടന്നു കയറേണ്ട കനാനിലെത്താൻ അവരെ 40 വർഷം ദൈവം എന്തിനാ നടത്തിയത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, അവരെ താഴ്ത്തേണ്ടതിനും അവരുടെ ഹൃദയത്തിലുള്ളത് ദൈവത്തിന് പുറത്തു കൊണ്ടുവരേണ്ടതിനുമാണ് ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തിയത്. കിട്ടിയോ? അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. മതി, ഇത്രയേ ഉള്ളൂ. അതിന്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മെ എന്തിനാണ് ഈ അറിയാത്ത പ്രതികൂലത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത്? നമ്മൾ ഒന്ന് താഴ്ത്താനാണ്. അപ്പൊ ദൈവം എന്നോട് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആളുകൾ ചോദിക്കുന്നു, പക്ഷേ ഈ കോവിഡും ഈ കൊറോണയൊക്കെ ദൈവം അനുവദിച്ചതാണോ? എന്താ മറുപടി? നമുക്ക് എന്താ മറുപടി കൊടുക്കാനുള്ളേ? പക്ഷെ ഒരു മറുപടി കൊടുക്കാം. അത് മറുപടി പറയാതെ തന്നെ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കാൻ തുടങ്ങി. ഓരോ തവണയും നാം പോലും പ്രതീക്ഷിക്കാത്ത ചിലത് ദൈവത്തിൻ്റെ പക്കൽ നിന്നും ജനത്തിനുണ്ടാകുമ്പോൾ ഓരോ തവണയും ജനം താഴ്മ ധരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തും ഉണ്ടായ ഈ പ്രതിസന്ധിയുടെ നടുവിലും പരിശുദ്ധാത്മാവിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മെ താഴ്ത്താൻ ദൈവം ചിലത് അനുവദിക്കും. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ വായിച്ചത്.
യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും നീതിയുള്ളവയെന്നും. വിശ്വസ്തയോടെ ആ. നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു അപ്പൊ എന്നും. ദൈവം നമ്മെ താഴ്ത്തുമ്പോഴും ദൈവം നമ്മെ എങ്ങനെയാ താഴ്ത്തുന്നേ? വിശ്വസ്തയോടെ ദൈവം നമ്മെ താഴ്ത്തുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞുങ്ങളുമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു ഭയങ്കര മനുഷ്യൻ, ബാബേൽ സംസ്ഥാനം മുഴുവൻ അടക്കി ഭരിച്ച ശക്തനായൊരു മനുഷ്യൻ. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം അന്നത്തെ തൂക്കുമനമാണ്. ഇതെല്ലാം കണ്ട് മട്ടുപ്പാവിൽ നിന്ന് പുറത്തോട്ട് കൈനീട്ടിയിട്ട് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ ബാബേൽ അല്ലയോ എന്നൊരു വാക്ക് പറഞ്ഞതും അടുത്ത വാക്യം പറയുന്നു, പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമനാക്കി ദൈവം തന്നെ മാറ്റി. എത്ര വർഷം? 7 വർഷം. 7ാമത്തെ വർഷം സുബോധത്തോടെ ദൈവത്തിങ്കിലേക്ക് നോക്കുകയും തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തു. ദൈവം ചിലത് ചെയ്യും ദൈവമക്കളെ. ചില കഷ്ടങ്ങൾ, ചില ശാസനകൾ, ചില ശിക്ഷകൾ നാം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ സമയത്ത് എന്നൊരു കൊച്ചു സാക്ഷ്യം പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആരംഭത്തിൽ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ അറിഞ്ഞ് സ്നാനപ്പെട്ടു, ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയി. ഒരു മനുഷ്യൻ എങ്ങനെ പിന്മാറാമോ അതിനേക്കാൾ ശക്തമായ നിലവാരത്തിൽ, തരം താണ തരത്തിൽ ഞാൻ ദൈവത്തെ വിട്ടുപോയി. ദൈവം എന്നെ തൊട്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 ദിവസത്തോളം ജലപാനം കഴിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിന്റെ മുറിക്കകത്ത് മാറി മാറി ഇഞ്ചക്ഷൻ ചെയ്ത് ഗ്ലൂക്കോസ് കയറ്റി ഇനി ജീവിക്കുമെന്ന് പോലും പ്രതീക്ഷയില്ലാതെ കിടക്കുമ്പോൾ ഒരു ദൈവദാസൻ 9ാമത്തെ ദിവസം രാത്രി എൻ്റെ അടുക്കൽ എൻ്റെ കിടക്ക കരികിൽ നിന്ന് എന്നോട് പറയാണ്, മോനെ ദൈവം നിന്നെ തൊട്ടതാണ്, നിന്നെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, നീ മടങ്ങി വന്നാൽ ദൈവം നിന്നെ വീണ്ടും സ്വീകരിക്കും. അന്ന് രാത്രി ആ ദൈവദാസൻ പോയപ്പോൾ അവനാരും കാണാതെ എൻ്റെ കട്ടിലടിയിൽ അടുത്തിരുന്ന ബൈബിൾ എടുത്ത് നെഞ്ചത്ത് വെച്ച് കണ്ണുനീരോട് പറഞ്ഞു, കർത്താവേ നാളെ നേരം വെളുക്കുമ്പോൾ എനിക്കൊരു പിടി ആഹാരം കഴിക്കണം, ഞാനല്ലെങ്കിൽ മരിച്ചു പോകും. അന്ന് രാത്രിയിൽ കർത്താവ് എൻ്റെ മുറിയിൽ വന്ന് കർത്താവ് എന്നെ സൗഖ്യമാക്കി. അന്നു മുതൽ ഇന്ന് വരെ ഈ ദൈവത്തെ വിട്ടു മാറിയിട്ടില്ല. ദൈവം അങ്ങനെ ചെയ്യുമോ? ദൈവം ശാസിക്കുമോ? ദൈവം ശിക്ഷിക്കുമോ? ചെയ്യും. എന്തിന്? നമ്മെ തന്നെ ഒന്ന് താഴ്ത്താൻ. ഹോശേയ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, 5:15. അവർ കുറ്റമേറ്റു പറഞ്ഞ്, ആ സമയത്ത് നാം ചെയ്യേണ്ട ഒരു കാര്യം, നാം എന്ത് ചെയ്യണം? കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. ഇത് എന്നെ ഭയപ്പെടുത്തുന്ന വാക്യമാണ്. ദൈവത്തിന്റെ ശിക്ഷ നാം കൂട്ടിക്കൊണ്ടു പോകാതെ, ദൈവത്തിന്റെ അവൻ ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ശിക്ഷ അവൻ നീട്ടിക്കൊണ്ടു പോകാതെ നാം നമ്മുടെ കുറ്റമേറ്റു പറഞ്ഞ് അവന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. അടുത്ത വാക്യം, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കണ്ടോ? എന്തിനാ കഷ്ടത? എന്തിനാ പ്രതിസന്ധി? എന്തിനാ പ്രതികൂലം? ദൈവത്തെ ശരിക്കൊന്ന് അന്വേഷിക്കാൻ. ഈ പ്രസംഗം കേൾക്കുന്നവർ ഓർത്തേക്കണം കേട്ടോ. എന്നും അടിച്ചു പൊളിച്ച്, എന്നും സന്തോഷവും എന്നും സമൃദ്ധിയും ആയിട്ട് മാത്രമാണ് നീ ദൈവത്തെ മറന്നു പോകുന്നതെങ്കിൽ ദൈവം താഴ്ത്തും. ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തില്ല.
ആമേൻ. അടുത്ത വാക്യം, ആമേൻ, 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. ആമേൻ. ശ്രദ്ധിക്കണേ, വിനയപ്പെടുവാനും നമ്മെ വിശുദ്ധീകരിക്കാനും ദൈവം ചില ചെയ്യാറുണ്ട്. ദാവീദിന് ബെർശബയിലുണ്ടായ കുഞ്ഞ് മരിച്ചുപോയി. ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ ദാവീദ് ഉപവസിക്കുന്നുണ്ട്, ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദാവീദ് ദൈവസനെ കരയുന്നുണ്ട്. പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി. ആരൊറ്റ വിഷയത്തോടെ ദാവീദ് വിനയപ്പെട്ടു, ദാവീദ് വിശുദ്ധീകരിക്കപ്പെട്ടു. സങ്കീർത്തനം 89 അതിന് 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവന്റെ പുത്രന്മാർ എന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എന്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും അടുത്തത്, എന്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും. ഈ വാക്യം കുറിച്ചു വെച്ചേക്കണം. ദാവീദിനെ ദൈവം ഒന്ന് ചെറുതായി അടിച്ചു, തൊട്ടു, കുഞ്ഞ് മരിച്ചുപോയി. എന്റെ വചനം അവരനുസരിക്കാതിരുന്നാൽ, എന്റെ പ്രമാണം എന്റെ വചനത്തെ അവർ പ്രമാണിക്കാതിരുന്നാൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ട് അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും ദൈവം സന്ദർശിക്കും. അപ്പൊ ഹോശേയ പ്രവചനത്തിലെ വാക്യം, നാം അവനെ ജാഗ്രതയോടെ അന്വേഷിച്ചാൽ, നാം അവനെ താഴ്മയോടെ അന്വേഷിച്ചാൽ അവൻ നമ്മിലേക്ക് തിരിയും. വിനയപ്പെടാൻ, താഴ്മ ധരിക്കാൻ, ദൈവത്തെ ആഴമായി തിരിച്ചറിയാൻ ദൈവം അത് ചെയ്യാറുണ്ട്. ദൈവമക്കളെ, ആമേൻ. ഞാൻ ആ ഭാഗ്യം പറഞ്ഞു വിടുന്നു. എബ്രായർ 12:11 വായിക്കാമോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. എന്തിനാണ് ദൈവം ശിക്ഷിക്കുന്നത്? എന്തിനാണ് ദൈവം നമ്മെ ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ വായിക്കുന്ന വാക്യം, നാം അവന്റെ വിശുദ്ധി എന്ത് ചെയ്യണം? പ്രാപിക്കേണ്ടതിന്. ഇതിനെ പറ്റുള്ളൂ ദൈവമക്കളെ. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, നമ്മുടെ ഗുണത്തിനായാണ് ദൈവം ശിക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് അറിയത്തില്ല, നമ്മളിത് ചെയ്യില്ല. അപ്പൊ ദൈവം ശിക്ഷിക്കുന്നത് എന്തിനാ? ദൈവം അനുവദിക്കുന്നത് എന്തിനാ? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അല്ലാതെ നിന്നോട് ദൈവത്തിന് പിണക്കമുള്ള കൊണ്ടോ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൊണ്ടോ, ദൈവം ക്രൂരനായതുകൊണ്ടോ ഒന്നുമല്ല. അവന്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന്. ആമേൻ. യോഹന്നാൻ 15:2 വാക്യം കൂടി വായിക്കണം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കണ്ടോ? ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? ദൈവം ക്രൂരനായതുകൊണ്ടാണോ? അധികം ഫലം കായ്ക്കേണ്ടതിന്, വീണ്ടും വീണ്ടും നിങ്ങളിൽ ഫലമുളവാകേണ്ടതിന് ദൈവം അത് അനുവദിക്കുക. ആസാഫിനെ പോലെ ചോദിക്കരുത്. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് കുറ്റമില്ലായ്മയിൽ തൻ്റെ കൈകളെ ശുദ്ധീകരിച്ചു, ഹൃദയത്തെ കഴുകി. ദൈവം നല്ലവൻ, നിർമ്മല ഹൃദയമുള്ളവർക്കെല്ലാം തന്നെ ദൈവം നല്ലവൻ എന്നൊക്കെ ആസാവ് പാടി. പക്ഷേ അവസാനം താനൊന്ന് ചഞ്ചലപ്പെട്ടു. എന്തുകൊണ്ട്? മറ്റുള്ളവരെ നോക്കിയപ്പോൾ തനിക്കുള്ള പ്രശ്നം അവർക്കില്ല. തനിക്കെന്നും വേദന, തനിക്കെന്നും കഷ്ടത, തനിക്കെന്നും നെടുവീർപ്പ്. എന്നാൽ ദൈവത്തെ അറിയാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത അവർക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല. അല്പം കാലിടറിപ്പോയി. പക്ഷെ ആസാവ് ദൈവത്തെ വിട്ടുപോയില്ല. ആസാവ് നേരെ ഓടി ദൈവത്തിന് മന്ദിരത്തിൽ ചെന്നു. കർത്താവേ, എന്റെ കാലിടറുന്നു, ഞാൻ ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണോ?
ഞാൻ ഈ പാവം ചെയ്യാതിരിക്കുന്നത്, കുറ്റമില്ലായ്മ കൈകൾ കഴുകിയതുമൊക്കെ വൃഥാവായി പോയോ? ദൈവം പറഞ്ഞു, ഇല്ല ആസാഫേ, നീ ഒന്ന് വന്ന് കാണ്. അവരെവിടെയാ നിൽക്കുന്നത്? അവർ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. എന്നാൽ ഞാനോ നിന്നെ എൻ്റെ കൈകളിലാണ് വഹിച്ചിരിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും പ്രതിസന്ധിയും ഇത്രയും കഷ്ടതയും നെടുവീർപ്പും എല്ലാം ആസാവ് അനുഭവിക്കുമ്പോഴും അവൻ ദൈവഭക്തനോട് ദൈവം പറയുന്നു, നീ എൻ്റെ കൈകളിലാ ഊഞ്ഞേ. അതുകൊണ്ട് അധികം ഫലം കായ്ക്കേണ്ടതിന് അധികം ദൈവം ചെത്തും. എബ്രായ ലേഖനം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചേ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. എന്തിനു വേണ്ടി ശിക്ഷിക്കുന്നു? നമ്മുടെ ഗുണത്തിനായി. നമ്മുടെ ഗുണത്തിനായാണ്. അപ്പന്മാര് മക്കളോട് പറയുന്നത് കേട്ടിട്ടില്ല? മോനെ, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്, മോനെ ഞാൻ നിന്നെ അടിച്ചത്, ഞാൻ നിന്നെ അതിന് ആ കാര്യം ബോധ്യപ്പെടുത്തിയത് അവൻ എനിക്ക് നിന്നോട് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല, നിന്റെ ഗുണത്തിന് വേണ്ടിയാണ്. ദൈവമക്കളെ, നമ്മളെ ശിക്ഷിക്കുന്നതും നമ്മളെ ശാസിക്കുന്നതും ദൈവത്തിന് നമ്മളോട് ഒരു വഴക്കമില്ല. നീ അവന്റെ മകൻ തന്നെയാണ്, അവൻ തന്നെയാണ് പിതാവ്. പക്ഷേ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്, അധികം ഫലം കായ്ക്കേണ്ടതിനും സമൃദ്ധിക്കും വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. സങ്കീർത്തനം 119:71 വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ഇതിനാ ദൈവവാക്യം. ചില ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ, ദൈവത്തിന്റെ പ്രമാണം ആചരിപ്പാൻ, ദൈവത്തെ ആഴമായി ഒന്ന് സ്നേഹിപ്പാൻ, ദൈവത്തെ ആഴമായി ഒന്ന് മുറുകെ പിടിപ്പാൻ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടി വായിക്കണം. എബ്രായ ലേഖനം 5:8. പുത്രൻ എങ്കിലും, പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച്, കണ്ടോ, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് പഠിച്ചു? അനുസരണം പഠിച്ചു. ഇതിനു വേണ്ടിയാണ്. പുത്രനാ നമ്മൾ, പുത്രത്വം പ്രാപിച്ച ദൈവമക്കളാ. എന്തിന് ദൈവം ഈ കഷ്ടങ്ങളും പ്രതിസന്ധിയും അനുവദിച്ചു? അനുസരണം പഠിക്കേണ്ടതിന്. ഞാൻ ഓടിച്ചു പറയാം. ഒന്ന്, എന്തിനീ കഷ്ടങ്ങൾ? എന്തിനവൻ നിശേഷിക്കുന്നു? എന്തിന് എന്നെ അവൻ ശാസിക്കുന്നു? ഒന്ന്, സ്നേഹം വെളിപ്പെടുത്താൻ. രണ്ട്, ശക്തിയും കൃപയും നിന്നിൽ വർദ്ധിപ്പിക്കുവാൻ. മൂന്ന്, വിശ്വാസ ജീവിതത്തിൽ മാധുര്യമുള്ളവരായിരിക്കാൻ. നാല്, നിനക്കൊരു പ്രതിഫലം ദൈവം തരാൻ. അഞ്ച്, ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്താൻ, പിന്മാറ്റത്തിൽ നിന്നും മടക്കി വരുത്തുവാൻ. ഏഴ്, വിനയപ്പെടുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും. എട്ട്, അധികം ഫലം കായ്ക്കേണ്ടതിന്. ഒമ്പത്, അനുസരണം പഠിക്കേണ്ടതിന്. ആയതുകൊണ്ട് ഈ കഷ്ടതയും ഈ പ്രതിസന്ധിയും ഞാൻ അനുഭവിക്കുന്ന ഇന്നത്തെ അല്പമായ ഞെരുക്കമൊന്നും ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിക്കേണ്ടതിന്, പഠിപ്പിക്കേണ്ടതിന് ദൈവം ഇത് അനുവദിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സംബന്ധിച്ച് ഭാഷ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്കൊരു നിമിഷം ദിവസനെ കണ്ണുകളടച്ച് കേൾപ്പിച്ച വചനത്തെ നമ്മുടെ ദിവസനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല സർവശക്തനായ ദൈവം, ഇന്ന് പകലും അവൻ്റെ സ്നേഹം നമ്മുടെ മേൽ വെളിപ്പെട്ട് നമ്മളെ നടത്തുവാൻ ശക്തനായിരിക്കിയാൽ കർത്താവിൻ്റെ വചനത്തിലൂടെ വീണ്ടും നമ്മളെ ദൈവം ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തുറന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊരു നിമിഷം ദിവസനെ പ്രാർത്ഥിക്കാം. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കണ്ണുകൾ ഒരു നിമിഷം നടച്ചാട്ടെ. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം വീണ്ടും നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായി, പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവം വീണ്ടും നടത്തേണ്ടതിനായി
ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ പൊതിയേണ്ടതിനായി നമുക്കൊരു നിമിഷം ദിവസം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൂതനായ തിരുമേനിക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, അങ്ങ് ഞങ്ങളെ ബാലവിശേഷ തന്ന കർത്താവ്, ഞങ്ങളെ വഴി നടത്തുന്ന ആ ദൈവമായിരിക്കുക എന്നോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് മക്കളാകുവാൻ അവകാശം തന്ന് ഞങ്ങളെ ഇന്ന് പകലും ദൈവം വഴി നടത്തി ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ സ്നേഹം ഏത് സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ളതിനായി തിരുമേനിക്ക് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരിക്കൽ കൂടി കർത്താവെ ഞങ്ങൾക്കത് കേൾക്കുവാൻ, അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് വിശുദ്ധരായി തീരുവാൻ, ഓരോ ദിവസവും വിശുദ്ധി പ്രാപിച്ച് അങ്ങയുടെ വരവുവരെയും തികവുള്ളവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തനെ ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകൽ ഉപയോഗിച്ചതിനായ സ്തോത്രം. ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് കർത്താവ് വാസ്തവമായി വെളിപ്പെടുത്തി തരുവാൻ ഞങ്ങളുടെ അഭിഷിക്തനെ കൊടുത്ത കർത്താവ് എല്ലാ കൃപകൾക്കുമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ജീവിതത്തിൽ ഇന്ന് പകൽ കർത്താവിൻ്റെ സ്നേഹം ആഴമായി തിരിച്ചറിയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് എല്ലാവരും അതിനുവേണ്ടി ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് എല്ലാവരും പൊതിഞ്ഞാട്ടെ, ദൈവസാന്നിധ്യം കൊണ്ട് എല്ലാവരും പൊതിഞ്ഞാട്ടെ, ദൈവമഹത്വം കൊണ്ട് വീണ്ടും നിറയ്ക്കണം, അത്ഭുതം പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ആശീർവാദത്തിനായി നമ്മുടെ കണ്ണുകൾ ദൈവത്തിന് നടച്ചാട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശുശ്വടി നടത്ത പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനു മേലും കേൾപ്പിച്ച ദൈവവചനത്തിൻ്റെ മേലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥന നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.